അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അതിന് എനിക്കൊരു പശ്ചാത്തലമുണ്ട്. അതായത് ഇവിടെ പല കോപ്പറേറ്റീവ് ബാങ്കുകളിലും UDF ജയിക്കേണ്ട ബാങ്കുകളിൽ വോട്ടിംഗ് ദിവസം CPM-ൻ്റെ ഈ ചെറുപ്പക്കാർ അല്ലെ അവർ SFI അല്ലെ ഡിവൈഎഫ്ഐക്കാരായാലും അവർ ബൂത്തുകളിൽ ബലമായി തിരുവല്ല ഈസ്റ്റ് കോപ്പറിനെ ഞാൻ നേരിട്ട് കണ്ടതാണ്. പ്രവേശിക്കുമ്പോൾ അതിനെ നേരിടാൻ ഒരു 10 യൂത്ത് കോൺഗ്രസ്സുകാരെയും കാണുന്നില്ല. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളും ഇതാ സ്ഥിതി. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ പോരാ. യൂത്ത് കോൺഗ്രസ്സുകാർ എല്ലാ പഞ്ചായത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി ഉണ്ടാകണം. 25 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് യാതൊരു പാർട്ടിക്ക് വേണ്ടി പറഞ്ഞ ഒരു അഭിപ്രായമാണ്. അതിലെവിടെ ദോഷമെന്ന് എനിക്ക് അറിയത്തില്ല. കൂട്ടത്തിൽ ഞാൻ ഒരു വാചകം പറഞ്ഞു. നിങ്ങൾ SFIയുടെ സമരം കണ്ടല്ലോ. അതെല്ലാവരും കണ്ടതല്ല. അത് ഞാൻ പറഞ്ഞു വിചാരിച്ചെന്താ, SFIയുടെ സമരം നിങ്ങൾ കണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിൽ എന്ന്. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞതിനകത്ത് ദുരുദ്ദേശപരമായി ഒന്നുമില്ല. ആരെയും വിമർശിച്ചിട്ടില്ല. പാർട്ടിയുടെ താല്പര്യം നോക്കി എനിക്ക് ബോധ്യമുള്ള കാര്യം, ഉത്തമ ബോധ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴും എൻ്റെ അഭിപ്രായം അതാണ്. അത് പാർട്ടി ഫോറങ്ങൾ അവസരം കിട്ടുന്നിടത്തൊക്കെ ഞാൻ പറയുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടല്ലേ എന്ന് പറയുന്നത്. ഇതേ അഭിപ്രായം DCCയിൽ ഞാൻ 2 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനടക്കം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ സാറ് പറയുകയാണ്, ഒരു മണ്ഡലത്തിൽ 25 പേരെങ്കിലും കൂട്ടിയ ശേഷം ബാക്കി മുന്നോട്ട് പോവുക, അല്ലാതെ TV-യിൽ കാണുന്നതല്ല ആണല്ലേ? അതെ, അതിനെന്താ, അത് ശരിയല്ലേ? അതായത് നമ്മൾ ഇപ്പം TV-യിൽ വരണമെങ്കിൽ നമ്മൾ ജില്ലയിൽ നടത്തുന്ന സമഗ്രങ്ങളൊക്കെ വരുവുള്ളല്ലോ. അപ്പോൾ അതെല്ലാം TV-യിൽ വരും. ഞാൻ വേറൊരു പോയിൻ്റ് പറഞ്ഞു. TV-ക്കും സോഷ്യൽ മീഡിയയ്ക്കും പുറത്ത് 40% ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട്. അത് ഞാൻ അവിടെ പറഞ്ഞു. അപ്പോൾ അവരെ ആര് അഡ്രസ്സ് ചെയ്യും എന്ന് മാത്രമല്ല, ഈ സമരം ചെയ്യുന്ന അത്രയും നമ്പർ ആളുകൾ, എത്ര ബൂത്തുകളുണ്ട് നമ്മുടെ ജില്ലയിൽ? 1000 ബൂത്തുകളുണ്ട്. ഒരു ബൂത്ത് 2 പേര് ചെറുപ്പക്കാരോ പോലും ഇന്നില്ല, ഒരാൾ പോലും ഇല്ല. അപ്പോൾ അത് എനിക്കൊരു സ്വല്ല. അത് പരിഹരിച്ചില്ലെങ്കിൽ അത് പരിഹരിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് എല്ലാ പാർട്ടിയിലെ മറ്റുള്ളവരെല്ലാം പിന്തുണ കൊടുക്കുകയും വേണം. എൻ്റെ പിന്തുണ ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായ പിന്തുണ. അങ്ങനെ നാം പ്രത്യേകിച്ച് CPM-ന് ശക്തമായ കേഡറുകൾ ഉള്ളപ്പോൾ, കോൺഗ്രസ് കേഡർ പാർട്ടിയല്ല, അത് ശരിയാണ്. എങ്കിലും യൂത്ത് കോൺഗ്രസ്സാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ്സാണ്. ഓരോ പഞ്ചായത്ത് 25 മുതൽ 50 യൂത്ത് കോൺഗ്രസ്സുകാരാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ അതിന്നില്ലാതായി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ ജില്ലയിൽ, എൻ്റെ ജില്ലയിൽ തന്നെ പിന്നെ 3 പേര് യൂത്ത് മത്സരിച്ചു. ജയിച്ചോ? നിയമസഭ ജയിച്ചില്ലല്ലോ. എന്താ കാര്യം? അതായത് ഈ ഇലക്ഷനിൽ അവരിറങ്ങി പ്രവർത്തിക്കുമ്പോൾ അവരെ ബാക്കപ്പ് ചെയ്യാൻ ചെറുപ്പക്കാർ വേണം. പ്രായമായവർക്കുടെ പ്രവർത്തനങ്ങൾ പരിമിതിയുണ്ട്. അത് എൻ്റെ അഭിപ്രായമാണ്. അതാണ്. ആരെയും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. രാജൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് ബഹുമാനമുള്ള ആളാണ്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാനൊരു നിർദ്ദേശം പറഞ്ഞതേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം അതേ വേദിയിൽ തന്നെ മറുപടി കൊടുത്തത്, കുടുംബ സംഗമങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എണ്ണം കുറവായിരിക്കും, പക്ഷെ സമരമുഖത്തൂട്ടും കുറയില്ല എന്നാണ്. ഇത് രണ്ടും ഒരേ രീതിയിൽ പ്രാധാന്യം അല്ലേ? ഇത് രണ്ടും ഒരേ സമരമുഖത്ത് ആളുണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. സമരമുഖത്ത് ആളുണ്ട്. അത് കറക്റ്റുമാണ്. സമരം ചെയ്യുകയും വേണം. സമരം ചെയ്ത് അടിമേടിക്കുന്നവരുടെയൊക്കെ എനിക്ക് എൻ്റെ പിന്തുണയുണ്ട്. സമരം തീർച്ചയായും ഉണ്ട്. പക്ഷെ ആ വിഷയമല്ല ഞാൻ പറഞ്ഞത് അതുമാത്രം പോരാ. മറിച്ച് ഓരോ പഞ്ചായത്തിലും കുറഞ്ഞത് 25 ചെറുപ്പക്കാരെങ്കിലും നമ്മൾ ഇലക്ഷന് മുമ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ഇലക്ഷൻ നമ്മൾ ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് യൂത്ത് കോൺഗ്രസ് മുൻകൈ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകും. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വരുമ്പോൾ ഞങ്ങളൊക്കെ സഹായിക്കും. ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ വന്ന് ഈ കമ്മിറ്റി ഉണ്ടാക്കാൻ ഞങ്ങളുടെയൊക്കെ പിന്തുണയും സഹായവും ഞങ്ങളൊക്കെ ആളോട് പറയും. പക്ഷേ ഇനീഷ്യേറ്റീവ് അവരല്ലേ എടുക്കണം. ഞാൻ നോക്കിയ യൂത്ത് കോൺഗ്രസ് ആകും. അല്ല, ഇല്ല. അതാ എൻ്റെ പോയിന്റ്. അത് തന്നെയാണ് ഇഷ്യൂ. പുറത്തു മണ്ഡലം പ്രസിഡന്റ് പോലും ഇല്ല. അതാ ഞാൻ എങ്ങനെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ടാക്കുന്നത്? അതെങ്ങനെ നോക്കുന്നത്? ഞാൻ യൂത്ത് കോൺഗ്രസ്, എന്നെ അതിനകത്ത് കയറ്റുകയല്ലോ. യൂത്ത് കോൺഗ്രസ് എനിക്ക് അതെങ്ങനെ സാധിക്കും? അതെന്തോ ഈ പറയുന്നത്? അപ്പോൾ പിന്നെ മഹിളാ കോൺഗ്രസ് ഉണ്ടാക്കേണ്ടത് ഞാനാണ്, കർഷക കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നോക്കൂ. അതെ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അവരുടെ അറിവില്ലായ്മയെന്ന് ഞാൻ പറയുന്നില്ല. സീനിയർ നേതാവ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ? ഞാൻ ഈ പാർട്ടിയിൽ നിങ്ങൾക്കറിയാമോ, ഞാൻ കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്, ഞാൻ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന ആളാണ്,
ഞാൻ ഇവിടോട്ട് വന്ന് എനിക്ക് വേണേൽ മറ്റു നേതാക്കന്മാരെ പോലെ ഡൽഹിയിലോ തിരുവനന്തപുരത്തൊക്കെ താമസിക്കാമായിരുന്നു. ഞാൻ ഈ ഗ്രാമത്തിൽ നിങ്ങൾ നോക്കുക, എൻ്റെ പഴയ വീട്ടിൽ വന്ന് ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസിനെ സഹായിക്കാനാണ്. എല്ലാ പിന്തുണയും ഞാൻ കൊടുക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്സിന് മാത്രമല്ല, എവിടെയൊക്കെ പിന്തുണ കൊടുക്കാം ആവശ്യപ്പെടുന്നവർക്കെല്ലാം ഞാൻ പിന്തുണ കൊടുക്കുന്നുണ്ട്. എൻ്റെ പറയുമ്പോഴേ മുതിർന്ന നേതാവ് കെ സി ജോസഫ് ഒക്കെ പറയുന്നത് കുര്യൻ സാറ് പട്ടിയെ വിട്ട് കടുപ്പിക്കുന്ന പോലെ യൂത്ത് കോൺഗ്രസ്. അതിപ്പോൾ ഞാൻ അതിനെന്താ പറയണം? കെ സി ജോസഫിൻ്റെ വീട്ടിൽ പട്ടിയും ഗേറ്റും ഉണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലയോ? ഇവിടെ പട്ടിയുണ്ടോ ഗേറ്റുണ്ടോ? ഏതൊരാൾക്കും എപ്പോഴും വരാവുന്ന വീടല്ലേ? പട്ടിയോ ഗേറ്റോ ഉണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ പട്ടിയും ഗേറ്റും ഉള്ളവരാ ഇത് പറയുന്നത്. ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അല്ല, അത് ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഈ സാമൂഹ്യ മാധ്യമത്തിലെ സോഷ്യൽ മീഡിയ നോക്കാറില്ല. ഇന്നല്ല, ഒരിക്കലും നോക്കാറില്ല. നോക്കുന്നത് കൊണ്ട് വെറുതെ നമ്മുടെ ഇടയ്ക്കെന്നല്ലാതെ ഞാൻ നോക്കാറില്ല. കുറേ പേര് സപ്പോർട്ട് ചെയ്യും, കുറേ പേര് എതിർക്കും. വൈ ദാറ്റ് ഹാസ് നോ ഇമ്പാക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സാമൂഹ്യ മാധ്യമങ്ങൾ 20% ആളുകളേ ഉള്ളൂ. ആ 20% ആളുകൾ 10% വെളിയിലാണ്. 10% ആളുകളുടെ മേലെ ഇത് സ്വാധീനം ഉള്ളൂ. അത് അനുകൂലവും സ്വന്തവും. ഐ ആം നോട്ട് ബോതേർഡ് അബൌട്ട്. ഞാൻ വായിക്കാറേ ഇല്ല. ഒരു വിമർശനവും സാമൂഹിക ഞാൻ വായിക്കത്തില്ല. ആരുടെയും വായിക്കുന്നില്ല. അയ്യോ സാർ എന്നെ സാറേ എന്ന് വിളിക്കണമെന്ന് ഞാൻ ഒരുത്തരോടും പറയുന്നില്ല. എന്നെ സാറേ വിളിക്കണ്ട, എന്നെ കുര്യനെന്ന് വിളിച്ചാലും എനിക്ക് പരാതിയില്ല. പിന്നെ ചിലരൊക്കെ സാറേ വിളിക്കുന്നുണ്ട്, അത് അവരുടെ ഒരു സംസ്കാരമെന്നേ ഉള്ളൂ. എന്നെ എങ്ങനെ വേണേൽ വിളിക്കാം, കുര്യനെന്ന് വിളിക്കാം, അല്ലെങ്കിൽ എടോ എന്ന് വിളിക്കാം. ഇത് ഞാൻ എൻ്റെ സഹപ്രവർത്തകരൊക്കെ എടോ എന്നും താനെന്നും ഒക്കെ പറയും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പറയുന്നത് ശുഭിത യൗവനം അല്ല വേണ്ടത്, വിവേകമുള്ള യൗവനമാണ് വേണ്ടത്. അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിവേകമുള്ളവരെയാണ് വേണ്ടത്, ശുഭിത യൗവനത്തെ അല്ല വേണ്ടത്. ഓ തീർച്ചയായും ആകട്ടെ, വിവേകമുള്ളവർ മതി. 25 പേരോ ഞാൻ അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. അഗ്രസീവ് എന്ന് പറയുന്നത് ഫിസിക്കൽ അഗ്രസീവ്നെസ് അല്ല ഞാൻ ഉപയോഗിച്ചത്. ഇൻ്റലക്ച്വൽ ആൻഡ് ഐഡിയോളജിക്കൽ അഗ്രസീവ്നെസ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. അഗ്രസീവ് എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിപ്പം അതിനകത്ത് അഗ്രസീവായി 25 പേരെ വീതം ഉണ്ടാക്കാൻ അവർ മുൻകിട്ടിറങ്ങിയാൽ ഞാൻ അതിന് എല്ലാ പിന്തുണ നൽകി അതിൻ്റെ കൂടെ പോകും. അത് ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്നത് അവർക്ക് അല്ല. പണ്ടൊക്കെ ഞങ്ങൾ സമരത്തിൽ, ഞാൻ യൂത്ത് കോൺഗ്രസിലും ഇതെല്ലാം വെച്ച് ഒരുപാട് സമരത്തിൽ പോയിട്ടുണ്ട്. എൻ്റെ 70കളിൽ പിന്നെ 80 ആയപ്പോൾ ഞാൻ MP ആയി. പിന്നെ എന്നാൽ ആ സമയത്തും സമരങ്ങളിൽ പോയിട്ടുണ്ട്. സമരം അക്രമാസക്തമാകാൻ നോക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതാ ഞങ്ങൾ ചെന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് ചെയ്തൊക്കെ ഞങ്ങൾ ചെല്ലും, പോലീസ് തടയും. അതാ ഞങ്ങളവിടെ ഇരിക്കും, കുറേ കഴിയുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അക്രമാസക്തം ആകുന്നതിന് കുഴപ്പം പാവപ്പെട്ട പിള്ളേർക്ക് അടി കിട്ടുമെന്നുള്ളതാണ്. അതിനോട് എനിക്ക് താല്പര്യമില്ല. പാവപ്പെട്ട പിള്ളേർക്ക് അടി കിട്ടുന്നതിനോട് എനിക്ക് വാസ്തവത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അങ്ങ് യൂത്ത് കോൺഗ്രസ് പ്രായത്തിൽ ഒരു പോലീസിന്റെ ഒരു പിടിച്ചുമാറ്റലിൽ പോലും പെട്ടിട്ടുണ്ടായിരിക്കത്തില്ല. എന്താ അദ്ദേഹം ജനിച്ചിട്ടില്ല. 70കളിൽ ഞാൻ വയലാർ രവി, AK ആണ്ടി, ഉമ്മൻചാണ്ടിയോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. അവരോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. 70ൽ അന്ന് എനിക്ക് 27 വയസ്സേ ഉള്ളൂ. കല്ലൂപ്പാറ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ഈ 70ൽ അസംബ്ലി മത്സരിച്ച ആളാണ് ഞാൻ. 1000 വോട്ടിന് ഞാൻ തോറ്റുപോയി. മത്സരിച്ച ആളാണ് ഞാൻ. അപ്പോൾ യൂത്ത് കോൺഗ്രസ് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ, അറിയത്തില്ല എന്ന് പറഞ്ഞാൽ, വയലാർ രവി, AK ആൻ്റണി, ഉമ്മൻചാണ്ടി, മനസ്സിലായല്ലോ. അന്ന് ഇലക്ഷൻ കമ്മിറ്റിയുടെ മെമ്പറായിരുന്ന വയലാർ രവിയാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ അവിടെ മുൻകൈ എടുത്ത് വിടുന്നത്. അപ്പോൾ അന്നേ അവരുടെ കൂടെ പ്രവർത്തിക്കുന്നത് അവരെന്നെ അന്നേ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേർ മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാനിപ്പോൾ എന്തോ ചെയ്യാൻ. ജില്ലാ പ്രസിഡന്റ് വിജയേന്ദ്രൻ പറഞ്ഞത് വിമർശനത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. നമ്മുടെ യൂത്ത് കോൺഗ്രസിനെ ഈ പത്തനംതിട്ട ജില്ലയെ പ്രത്യേകമായി പറയുകയാണോ, അതോ യൂത്ത് കോൺഗ്രസ് ആകമാനം മാറി വരണം എന്നുള്ളതാണ്? അല്ല, ഞാൻ പത്തനംതിട്ട ആയതുകൊണ്ട് പത്തനംതിട്ട പറഞ്ഞതേ ഉള്ളൂ. യൂത്ത് കോൺഗ്രസിൽ എല്ലായിടത്തും ഞാൻ ഈ പറയുന്ന രീതിയിൽ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും മിനിമം 25 പേരുള്ള യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാകേണ്ടത് ഇലക്ഷൻ ജയിക്കാൻ ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നതാണ്. ശക്തിപ്പെടുത്തണം ഉണ്ടായി അത് എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്
PJ കുര്യൻ സംസാരിക്കുകയായിരുന്നു. PJ കുര്യനെതിരെ യൂത്ത് കോൺഗ്രസും മറ്റ് നേതാക്കന്മാരും വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം വാർത്താലേഖകരെ കാണുകയായിരുന്നു. അദ്ദേഹം പേരെടുത്ത് ആരെയും വിമർശിച്ചിട്ടില്ല, ചില കാര്യങ്ങൾ പറയുക മാത്രമാണ് ചെയ്തത് എന്നാണ് PJ കുര്യൻ്റെ പക്ഷം.